കർണാടകയിൽ ഒരു ബാങ്ക് കൊടുക്കുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദ് മരണപ്പെട്ടൊരു സംഭവം നമ്മൾ കണ്ടു. എന്തൊരു നല്ല മരണമാണ്, ഏതൊരാളും കൊതിക്കുന്നൊരു മരണം. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. ഒരു മനുഷ്യനിക്കും അറിയില്ല, ഒരു ശരീരത്തിനും അറിയില്ല, ബിഅയ്യി അർദിൻ തമൂത്ത്. വമാ തദ്രി മാദാ തക്സിബു ഗദാ. ഏത് ഭൂമിയിൽ വെച്ച് മരിക്കും, നാളെ എന്ത് ചെയ്യും, ഒരു മനുഷ്യനിക്കും പറയാൻ കഴിയില്ല. ഹബീബായ തങ്ങളെ അങ്ങേയറ്റം പ്രണയിച്ച ഒരു മനുഷ്യനായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. നബിയുടെ മദീനയിൽ വെച്ച് തന്നെ മരണപ്പെടണം എന്ന ചിന്തയോടെ ജീവിച്ച് ഹജ്ജിന് പോലും പോവാതെ മദീനയിൽ സദാസമയം കഴിച്ചു കൂട്ടിയ ഒരു മനുഷ്യനായിരുന്നു, വലിയൊരു ആശിഖ് റസൂലായിരുന്നു. നമ്മുടെ മുവത്ത എഴുതിയ വലിയ ഗ്രന്ഥമാണല്ലോ മുവത്ത, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ വാഹനത്തിലൂടെ യാത്ര ചെയ്തിട്ടില്ല എന്നതാണ് ചരിത്രം. നബി കടന്നിറങ്ങുന്ന മണ്ണായതുകൊണ്ട് അവിടെ യാത്ര ചെയ്യുന്നത് അത് നബിയോടുള്ള അനാദരവാണ് എന്ന് പറഞ്ഞ് യാത്ര പോലും ഉപേക്ഷിച്ച, വാഹനത്തിൽ കയറി യാത്ര പോലും ഉപേക്ഷിച്ച മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകണം എന്ന വലിയ ആശയവുമായി നടക്കുമ്പോൾ അവിടുത്തെ റസൂലുള്ളാഹി തങ്ങളെ വിട്ടു പോവാനും വയ്യ, മരിക്കുകയാണെങ്കിൽ മദീനത്ത് മരണപ്പെടണമെന്ന ചിന്തയോടെയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. ഹജ്ജിന് പോകുമ്പോൾ മക്കയിലേക്ക് പോകണമല്ലോ, ആ യാത്രയിൽ എങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് മദീനയിൽ വിശ്രമിക്കാൻ കഴിയില്ല എന്ന് പേടിച്ച് ഹജ്ജിന് പോലും പോവാതിരുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവസാനം ഹജ്ജിന് പോകണമെന്ന ആശയോടെ കിടന്നുറങ്ങിയ സമയത്ത് സ്വപ്നത്തിൽ മുത്തനബി വന്നിട്ട് 5 എന്ന് കാട്ടിക്കൊടുക്കുന്നുണ്ട്. ചോദിക്കുകയാണ് മുത്തനബിയോട്, എൻ്റെ ആയുഷിൻ്റെ നീളം എത്രയുണ്ട്? ആ സമയത്ത് നബി തങ്ങൾ കൈകൊണ്ട് 5 എന്ന ഒരു ഇഷാറത്ത് കാണിക്കുന്നു. തങ്ങൾ സ്വപ്നത്തിൽ 5 എന്ന് ഇഷാറത്തായി കാണിച്ചു കൊടുക്കുകയാണ്. മാലിക് പെട്ടെന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ 5 എന്നുള്ളത് എന്താണ് മുത്തനബി അർത്ഥമാക്കുന്നത് എന്ന് ഇമാം മാലിക് എനിക്ക് അറിയില്ല. 5 സെക്കൻഡ് എന്നാണോ, 5 മിനിറ്റ് എന്നാണോ, 5 ദിവസം എന്നാണോ, 5 മണിക്കൂർ എന്നാണോ, 5 മാസം എന്നാണോ, 5 വർഷം എന്നാണോ, ഇതിനെക്കുറിച്ച് വരാത്തൊരു ശങ്ക, ഒരു സംശയം ഇമാം മാലിക് റളിയല്ലാഹു പിടികൂടി എന്നുള്ളതാണ്. മാലിക് റളിയല്ലാഹു അൻഹുവിലേക്ക് മദീന വിട്ട് പോകാനും വയ്യ. അപ്പൊ 5 എന്ന് റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ 5 എന്താണ് 5 എന്നുള്ളത് അറിഞ്ഞില്ല. അങ്ങനെ അക്കാലത്തുണ്ടായിരുന്ന വലിയ സ്വപ്ന വ്യാഖ്യാനം നടത്തുന്ന ആളുകളുടെ അടുത്തേക്ക് പോയപ്പോൾ അവർ പറഞ്ഞു, മാലിക് തങ്ങളെ ഇതിന്റെ അർത്ഥം 5 മണിക്കൂറോ 5 വർഷമോ എന്നൊന്നും അല്ല, 5 കാര്യം അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ നാളെ എന്ത് പ്രവർത്തിക്കും, മഴ എപ്പോഴാ പെയ്യ, ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗം ഏതാണ്, ആണാണോ പെണ്ണാണോ, ഒരു മനുഷ്യന്റെ ഏതൊരു ഭൂമിയിൽ വെച്ചാണ് മരണപ്പെടുക, ഇതൊന്നും ആർക്കും പറയാൻ കഴിയില്ല. അങ്ങനെ എനിക്ക് ഈ ഒരു വിഷയം കിട്ടിയപ്പോൾ അത് ആശങ്കയിലായി പോയി. അതായത് ഹജ്ജ് ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കണ്ട ഒരു വീഡിയോ, ഒരു കർണാടകയിൽ ഒരു ബാങ്ക് കൊടുക്കുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദ് മരണപ്പെട്ടൊരു സംഭവം നമ്മൾ കണ്ടു. എന്തൊരു നല്ല മരണമാണ്, ഏതൊരാളും കൊതിക്കുന്ന ഒരു മരണം. പള്ളിയിൽ വെച്ച്, അതും പള്ളിയിലെ ഏറ്റവും ആഴമായ സ്ഥലം, വണ്ണമായ സ്ഥലം എന്ന് പറയുന്നത് മിഹ്റാബിൽ വെച്ച് വുളൂ ചെയ്തുകൊണ്ടിരിക്കുക, കിബിലക്ക് മുന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ലോകത്തിലെ ഏറ്റവും നല്ല അർത്ഥവത്തായ വരികൾ ഉച്ചരിച്ചുകൊണ്ട്, ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് എല്ലാവരും കേൾക്കുക, ഷഹാദത്ത് ചൊല്ലി അങ്ങനെയുള്ളൊരു മരണം. ആരാണത് കൊതിക്കാത്തത്? അങ്ങനെ ഒരു മരണത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. പഠിച്ചുകൊണ്ട് നല്ല സമയത്ത്, നല്ല സ്ഥലത്ത്, നല്ലതുമായി ബന്ധപ്പെടുമ്പോൾ ഇതൊക്കെ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദുആ, അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചുണ്ടാകുന്ന ഒരു വ്യക്തിയായിരിക്കുമല്ലോ എന്തായാലും, അദ്ദേഹത്തിൻ്റെ എത്ര വലിയൊരു ഭാഗ്യം ചെയ്തൊരു പുസ്തകമാണ്. ആ
ഉസ്താദ് ഇന്നലെ നമ്മളോട് ഓർമ്മ എന്ത് നല്ല ഒരു മരണം. നമ്മളെല്ലാവരും മരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ജീവിക്കുന്ന ആളുകൾക്ക്, ജനിച്ച ഒരാൾക്ക് മരണമുണ്ട്, അതെല്ലാവരും അംഗീകരിച്ച കാര്യം. അതിനെ തടുക്കാൻ ആർക്കും ലോകത്ത് കഴിഞ്ഞിട്ടില്ല. ഏത് വലിയ വലിയ ടെക്നോളജികൾ വന്നിട്ടുണ്ടെങ്കിലും മരണത്തെ തടുക്കാൻ നമ്മൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് മരിക്കും. പക്ഷെ ഉസ്താദ് പോയതുപോലെ നല്ലൊരു പൂക്കല് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഉസ്താദ് ജീവിതത്തിൽ ആ ഉസ്താദിൻ്റെ ജീവിതം അത്രത്തോളം മനോഹരമായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ആ മരണം എന്നുള്ളത്. അത്തരമൊരു മരണത്തെയാണ് നമ്മൾ കൊതിക്കുന്നത്. ആ ഉസ്താദിന് സ്വർഗം കൊടുക്കട്ടെ. നല്ലൊരു സ്ഥലത്ത് വെച്ചില്ലേ ഉസ്താദ് വന്നിട്ടുള്ളത്. ഇവരൊക്കെ മുന്നിട്ട് ഊവ് ചെയ്തുകൊണ്ട് നല്ലൊരു വാചകം ഉച്ചരിക്കുന്ന സമയത്തുള്ളൊരു മരണം. അങ്ങനത്തെ ഒരു മരണമാണ് നമ്മളും കൊതിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ആരോടും വിദ്വേഷം വെക്കാതെ, പക വെക്കാതെ, ആരോടും അസൂയ വെക്കാതെ, അഹങ്കരിക്കാതെ എല്ലാ രൂപത്തിലും അങ്ങനെ നമ്മുടെ മഹാന്മാരൊക്കെ ജീവിച്ചതുപോലെ, മഹാന്മാരായ ഒരുപാട് ഔലിയാക്കൾ, സ്വാധീനങ്ങൾ, വലിയ ഉസ്താദുമാര് ഇവരൊക്കെ ജീവിക്കുന്നത് പോലെ, അവരൊക്കെ ജീവിച്ചതുപോലെ ആ നല്ല പാതയിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അത്തരത്തിലുള്ളൊരു മരണം കിട്ടും. അത്തരത്തിലുള്ള നല്ലൊരു അടക്കം റബ്ബിലേക്ക് മടക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അത് തൗഫീഖ് നൽകട്ടെ.